ഇന്നലെ ഒരു കസ്റ്റമർ വിളിക്കുകയുണ്ടായി. അവർക്ക് ഒരു വെബ്സൈറ്റ് ഡെവലപ്മെന്റ് വേണം. ഹൗ മച്ച് യു ചാർജ്? വെബ്സൈറ്റിന്റെ റിക്വയർമെന്റുകളും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയണ്ടായി, I got a proposal from a company from Calicut and they are ready to do a website development for me for 10,000 rupees. Plus they offered me SEO and social media. ഒരു 10,000 റുപ്പീസിന് വെബ്സൈറ്റ് വേണം, SEO വേണം, സോഷ്യൽ മീഡിയ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എവറി ബിസിനസ് ഓണർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്. SEO ഈസ് നോട്ട് എ വൺ ടൈം ജോബ്. സോഷ്യൽ മീഡിയ ഈസ് നോട്ട് എ വൺ ടൈം ജോബ്. SEO ആൻഡ് സോഷ്യൽ മീഡിയ ഇതെല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടൈം ഫ്രീക്വൻസിയിൽ ഒരു കലണ്ടർ പ്ലാൻ വെച്ച് നടക്കുന്ന ആക്ടിവിറ്റികളാണ്. ഡു ഫോർ SEO അറ്റ്ലീസ്റ്റ് 1 year. അതല്ലാതെ 1-2 മാസത്തേക്ക് SEO ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വൺ ടൈം SEO ചെയ്തുകൊണ്ടോ യു വിൽ നോട്ട് ഗെറ്റ് ഇൻ റാങ്കിങ്. സിമിലർലി കൺസിസ്റ്റൻസി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ സോഷ്യൽ മീഡിയ. കൺസിസ്റ്റൻ്റ് ആയിട്ട് റെഗുലർലി ടൈം ബേസ്ഡ് ബെസ്റ്റ് പെർഫോമിംഗ് ടൈം നോക്കിയിട്ട് സോഷ്യൽ മീഡിയ റീൽസ് വീഡിയോസുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് യു വിൽ ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ്. അല്ലാതെ SEOക്ക് വേണ്ടി വൺ ടൈം ടൈറ്റിൽ മെറ്റാ ടാഗ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒരു കവർ പിക്ക് ഉണ്ടാക്കി ഒരു റീൽ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടോ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല, നല്ല റിസൾട്ട് കിട്ടുകയില്ല. അപ്പോൾ ഞാൻ കസ്റ്റമറോട് ക്ലിയർ ആയി പറഞ്ഞു, വെബ്സൈറ്റിന് ദീസ് ആർ ദ ആക്റ്റീവ്, ദീസ് ആർ ദ ഡെലിവറബിൾ ആൻഡ് ദീസ് ആർ ചാർജ് ഫോർ ദാറ്റ്, റൈറ്റ്? ആൻഡ് സോഷ്യൽ മീഡിയ ആൻഡ് SEO ഇസ് നോട്ട് എ വൺ ടൈം ജോബ്. നോ പോയിന്റ് ഓഫ് ഡൂയിങ് ലൈക്ക് ദാറ്റ്. ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് അങ്ങനെ SEO ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വൺ ടൈം ജോബാണ്. SEO സോഷ്യൽ മീഡിയ ഈസ് നോട്ട് വൺ ടൈം ജോബ്.